ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം തുണി വിരിക്കാൻ മേലിൽ വന്നതാണ്. നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ താഴെ തന്നെയാണ് വിരിക്കുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ വന്നിട്ട് വിരിക്കും. അപ്പം മഴ ആയതുകൊണ്ട് അതും നടക്കുന്നില്ല. ഇത് ഈ പൊരിഞ്ഞ വെയിലാണേ, അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ തന്നെ കരിഞ്ഞു പോകും ഇത് വിരിച്ചു വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും ഞങ്ങളുടെ മക്കളുടെ ഡ്യൂട്ടിയാണ് ഇതൊക്കെ കൊണ്ടുവന്ന് വിരിക്കുന്നത്. ഇപ്പോൾ അവന്മാർക്കും കഴിയേല. അവന്മാർ പറഞ്ഞാൽ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് രണ്ടുപേരും കൂടി പറയുക, അവർ കരിഞ്ഞു പോവുക, മുഖമൊക്കെ കറുത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തന്നെ ഇതിൻ്റെ പണി കിട്ടിയേ. അപ്പം ഞാൻ തന്നെ ഇങ്ങ് കയറി. പിന്നെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് ഞാനപ്പോൾ വിചാരിച്ചു ചെടിയൊക്കെ ഒന്ന് നോക്കട്ടെ, എന്താണ് അവസ്ഥയെന്നറിയില്ല. അപ്പം അങ്ങനെ ഞാൻ നോക്കിയതാണ്. അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട്, പിന്നെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേന് എൻ്റെ ഇതൊക്കെ ഞാൻ മുളക് മല്ലിയൊക്കെ ഞാൻ ഉണക്കി പൊടിച്ച് എല്ലാം റെഡിയാക്കി വെക്കുന്ന ടൈമാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ പ്ലാനിങ്ങിലായിരിക്കും ഞാൻ ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓരോരോ ദിവസം ഓരോ വർക്കൊക്കെ ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണമെന്ന്. ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പൂവ് തൊടുപുഴ ഭാഗത്തൊക്കെ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ചെടിയാണ്. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഇടയ്ക്കൊക്കെ കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. പക്ഷേ ഫോർട്ട് കൊച്ചിൻ ഭാഗത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ കുറേ നാളുകൾ അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. ഞാനപ്പോൾ എൻ്റെ നെയ്ബറിൻ്റെ അടുത്ത് ഇതിൻ്റെ പൂ കണ്ടപ്പോൾ, ഒത്തിരി വർഷം കഴിഞ്ഞിട്ട് അത് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബൾബ് ചോദിച്ചു. ഇവിടെ കോയമ്പത്തൂർ കൊണ്ടുവന്ന് നട്ടു. അപ്പോൾ എല്ലാ മെയ് മാസം ആകുമ്പോഴും അത് പൂക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നല്ല ലീഫൊക്കെ വരുമേ. എനിക്കിപ്പോൾ ഈ കൊല്ലം എനിക്ക് ലീഫൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ പൂ മാത്രമായിട്ട് 3 പൂവ് എനിക്ക് ഉണ്ടായി. ഇത് ആകാശമൊക്കെ എന്ത് ഭംഗിയാലേ കാണാനായിട്ട്. നല്ല നീല ആകാശമായിട്ട് ക്ലിയർ സ്കൈ ആയിട്ട് നിൽക്കുന്നു. ഇത് നമ്മുടെ തല്ലിത്തേങ്ങ ആട്ടോ. ഞങ്ങളുടെ നാട്ടിൽ തല്ലിത്തേങ്ങ എന്നാണ് പറയുന്നത്. ചിലയിടത്തൊക്കെ അത് ബദാം എന്ന് പറയേ, ഇന്ത്യൻ ബദാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ കേട്ടത്. പിന്നെ അതൊക്കെ നമ്മുടെ റോഡ് സൈഡിലുള്ള ചെടികളാട്ടോ. പിന്നെ ഗുൽമോഹർ അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാട്ടോ കാണാനായിട്ട്. അതിനുള്ള നല്ലൊരു ഷെയ്ഡും ഉണ്ടാവും. ഇത് നമ്മുടെ മുരിങ്ങയുടെ ഇലയാണ്. അപ്പോൾ നമ്മുടെ വിറ്റമിൻ ഡിയുടെ പ്രോബ്ലംസ് ഇപ്പോൾ എല്ലാവർക്കും ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കഴിയുന്നത് എൻ്റെ പിള്ളേർക്ക് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇവന്മാർക്ക് ഇത് കറി വെച്ച് കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല, തോരൻ വയ്ക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇത് ഉണക്കി പൊടിച്ച് വയ്ക്കും. എന്നിട്ട് കറികളിലൊക്കെ ഓരോ സ്പൂൺ വെച്ചിട്ട് ഇട്ടാൽ മതി. നമ്മൾ ഏത് കറി ഉണ്ടാക്കുന്നത്, ഇപ്പോൾ മുട്ടയാണെങ്കിലും അല്ലെങ്കിൽ ബീഫോ ചിക്കനോ ഏതെങ്കിലും കറിയിലൊക്കെ ഞാൻ ഓരോ സ്പൂൺ വെച്ചിട്ട് ഇടും കേട്ടോ. ഒരു കുഴപ്പമില്ല, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമൊന്നും തോന്നിയാല. അപ്പോൾ അതുകൊണ്ടിട്ട് അവർ കഴിക്കും. അപ്പോൾ ഇത് തീരുന്ന അനുസരിച്ചിട്ട് ഞാൻ ഉണക്കി ഒക്കെ എടുത്ത് കുപ്പിയിലാക്കി എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കും കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ഈ ട്രിക്ക്